നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ഇടുക്കി രാജകുമാരി ഖജനാപ്പാറയിൽ വീട് കയറി സ്ത്രീകൾക്ക് നേരെ ആക്രമണം. 16-കാരിയടക്കം 5 സ്ത്രീകൾക്ക് പരിക്ക്. വഴിത്തർക്കമാണ് ആക്രമണത്തിനു പിന്നിൽ. ആക്രമിച്ചത് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരെന്ന പരിക്കേറ്റ സ്ത്രീകൾ. ഇടുക്കി ജില്ലയിലെ 1964 ചട്ടപ്രകാരമുള്ള പട്ടയം നൽകുന്നതിനെ വിലക്ക് നീക്കി കേരള ഹൈക്കോടതി. എന്നാൽ പട്ടയത്തിലെ ചട്ടത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന വ്യവസ്ഥകൾ കർശനമായി പാലിക്കണമെന്ന നിർദ്ദേശം. ഇച്ഛാശക്തിയുള്ള സർക്കാരിന്റെ വിജയമെന്ന CPI. അമിക്കസ് ക്യൂറി റിപ്പോർട്ടിന് പിന്നാലെ നടപടി. ഇടുക്കി സൂര്യനെല്ലിയിലെ അനധികൃതമായി പ്രവർത്തിച്ച റിസോർട്ട് റവന്യൂ ഉദ്യോഗസ്ഥർ പൂട്ടി സീൽ ചെയ്തു. സ്റ്റാർലൈൻ റിസോർട്ടാണ് പൂട്ടിയത്. മുമ്പ് 3 തവണ റവന്യൂ വകുപ്പിന്റെ നടപടി CPIM നേതാക്കൾ തടഞ്ഞിരുന്നു. മൂന്നാറിൽ വീണ്ടും തെരുവുനായ ആക്രമണം. മൂന്നാർ രാജീവ് ഗാന്ധി നഗറിൽ 10 വയസ്സുള്ള കുട്ടിക്ക് നായയുടെ കടിയേറ്റു. പ്രദേശത്ത് കഴിഞ്ഞ 1 മാസത്തിനിടെ 3 പേരെ നായ ആക്രമിച്ചു. തെരുവുനായ്ക്കൾക്കൊപ്പം വളർത്തുനായ്ക്കളും പ്രദേശത്ത് ഭീതി പടർത്തുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി രാജകുമാരി ഖജനാപ്പാറയിൽ വീട് കയറി സ്ത്രീകൾക്ക് നേരെ ആക്രമണം. 16-കാരിയടക്കം 5 സ്ത്രീകൾക്ക് പരിക്കേറ്റു. വഴിത്തർക്കമാണ് ആക്രമണത്തിന് പിന്നിൽ. ആക്രമിച്ചത് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരെന്ന പരിക്കേറ്റ സ്ത്രീകൾ പറഞ്ഞു. പരിക്കേറ്റവർ രാജാക്കാട് മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ രാജാക്കാട് പോലീസ് കേസെടുത്തു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. പരിക്കേറ്റ കുടുംബങ്ങൾ താമസിക്കുന്ന അടുത്തുകൂടി കടന്നുപോകുന്ന റോഡിൽ ഗേറ്റ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് സംഘർഷത്തിന് കാരണം. പകല് ഇരുവിഭാഗങ്ങളും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് ഇന്ന് 10 മണിക്ക് ഇരുവരും സ്റ്റേഷനിൽ എത്താൻ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഷാജി കൊച്ചുകരോട്ട് അടക്കമുള്ള പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ സംഘമായി രാത്രിയിൽ വീട്ടിലെത്തുകയും സ്ത്രീകളെ മർദ്ദിക്കുകയും ചെയ്തത്. സ്ത്രീകൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. മാണപ്പാടം മുറിയിൽ ശ്രുതി, മാതാവ് സുധ, മാതൃ സഹോദരി പൊന്നമ്മ, സമീപവാസിയായ കണ്ണംകുന്ന് ബിന്ദു, 16-കാരിയായ മകൾ എന്നിവർക്കാണ് സാരമായി പരിക്കുപറ്റിയത്. അപ്പോഴേക്കും എൻ്റെ കുഞ്ഞു കൊച്ചുണ്ടായിരുന്നു. ഞാൻ കൊച്ചിനെ അവിടെ വെച്ചിട്ട് കൊച്ചിനെ തല്ലു കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി കൊച്ചിനെ വെച്ചിട്ട് ഞാൻ ഓടി ഇറങ്ങി ചെന്നു. ഞാൻ ഓടി ഇറങ്ങി ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന ഇവർ ഇത്രയും പേര് കൂടി എൻ്റെ അമ്മേനെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടത്താണ് കാണുന്നത്. വലിയ കമ്പുണ്ട് ഇവരുടെ കയ്യിൽ. ആ കമ്പ് വെച്ച് അടിക്കുമായിരുന്നു അമ്മയ്ക്കിട്ട്. അപ്പം ഞാൻ പോയി ഇവരെ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ ടിൻഡു മടത്തിശ്ശേരി എന്ന് പറയുന്ന വ്യക്തി എന്നെ പിടിച്ച് ഇലക്കാട്ടിലോട്ട് വലിച്ചുകൊണ്ട് പോയി എൻ്റെ ഉടുപ്പെല്ലാം വലിച്ചു കീറിയിട്ട് നിന്നെ ഞാൻ കുറേ നാളായിട്ട് നോക്കിയിരിക്കുമായിരുന്നെന്ന് പറഞ്ഞ് എൻ്റെ ആവശ്യമില്ലാത്ത ശരീരഭാഗത്തെല്ലാം കയറി പിടിച്ച് വയറിൻ്റെ ഇവിടെ എല്ലാം മാന്തി ഇവിടെ എല്ലാം വലിച്ച് കീറി മാന്തി പറിച്ച് ഇവിടെയൊക്കെ നാം കൊണ്ട് പാടുണ്ട്. ഇവിടെ എല്ലാം വലിച്ചു കീറി എൻ്റെ നടുവെല്ലാം ചവിട്ടി കമ്പ് വെച്ച് അടിച്ച് ഇവിടെ എല്ലാം ചതഞ്ഞ് ശരിയായി കിടക്കും. അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ മുകളിലോട്ട് പോകുന്ന കണ്ടപ്പോഴത്തേനും മുകളിൽ നിന്ന് കരച്ചിൽ കേട്ടു. ഞങ്ങൾ ഓടി ചെല്ലുമ്പോൾ മോളിൽ ബിന്ദു കണ്ണങ്കുന്നേൽ എന്ന് പറയുന്ന അവരുടെ വീട്ടിൽ ഇതുപോലെ കയറി ആ ചേച്ചിനെ അടിച്ച് ശരിയാക്കി ആ കൊച്ചിനെ എന്നെ കാണിച്ചു. കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ളവർ മർദ്ദിച്ച സംഘത്തിലുണ്ടായിരുന്നുവെന്നും ഇവർ പറയുന്നു. അമ്മയെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ട് തടയാനെത്തിയ തന്നെയും ക്രൂരമായി ആക്രമിച്ചെന്നും അസഭ്യം പറയുകയും അപമര്യാദയായി പെരുമാറിയെന്നും പെൺകുട്ടിയും പറയുന്നു. പക്ഷെ അമ്മേനെ മുടിയെ പിടിച്ച് വലിച്ച് താഴെ ഇട്ടിട്ട് ഒരു വലിയ കമ്പ് ആ ചേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ കമ്പ് വെച്ചിട്ട് ഇങ്ങനെ എനിക്ക് ഞാൻ തോന്നുന്നു എൻ്റെ അമ്മ ചിലപ്പോൾ ആ ഒരു കമ്പിൻ്റെ അടി കൊണ്ടായിരുന്നെങ്കിൽ മരിച്ചു പോയേനെന്ന്. അതുപോലെ വലിയതായിട്ട് അടിക്കാൻ പോയപ്പോൾ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല. ഞാൻ ഓടി കയറി അവിടേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ആ കമ്പ് പിടിച്ച് നിർത്തി. എൻ്റെ കയ്യിൽ കൊച്ചുണ്ടായിരുന്നു. ആ കമ്പ് ഞാൻ പിടിച്ച് നിർത്തിയപ്പോൾ ആരാന്നറിയില്ല, ഒരാൾ എൻ്റെ മുടിയെ പിടിച്ച് വലിച്ചു കഴിഞ്ഞപ്പോൾ ടിനോയി എന്ന് പറയുന്ന ചേട്ടൻ എൻ്റെ വേണ്ടാത്തടത്തൊക്കെ തൊട്ട് അങ്ങനെ. സ്ത്രീകളുടെ പുറത്തടക്കം മർദ്ദനമേറ്റിട്ടുണ്ട്. സംഭവത്തിൽ രാജാക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സിറ്റി വിഷൻ രാജാക്കാട്. യുവതിയുടെ ആത്മഹത്യയിൽ ഭർത്താവ് അറസ്റ്റിൽ. ചിന്നക്കനാൽ നേതാജി കോളനിയിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുണ്ടുമല ഡിവിഷനിൽ നേതാജി കോളനി സ്വദേശി രാജു മുരുകനെയാണ് അറസ്റ്റിലായത്. ഭാര്യ കൗസല്യയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ ശാന്തൻപാറ പോലീസ് പിടികൂടിയത്. ജനുവരി 27-നാണ് കൗസല്യ ആത്മഹത്യ ചെയ്തത്. സംഭവത്തിന് പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. വിവാഹിതയായ 3 വർഷം പിന്നിട്ട ദമ്പതികളാണ് രാജുവും കൗസല്യയും. കഴിഞ്ഞ കുറച്ചു കാലമായി കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഭർത്താവിന്റെ ശാരീരികവും മാനസികവുമായി ഉണ്ടായിരുന്ന നിരന്തര പീഡനങ്ങളാണ് യുവതിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. സംഭവത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കൗസല്യ ശാരീരിക പീഡനങ്ങൾക്ക് ഇരയായിരുന്നുവെന്ന് വ്യക്തമായതോടെയാണ് രാജു മുരുകനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചതെന്ന് മൂന്നാർ ഡിവൈഎസ്പി ആർ ചന്ദ്രകുമാർ പറഞ്ഞു.
അതെ, ആത്മഹത്യയാണ് ചെയ്തത്. അത് നമ്മൾ അസ്വാഭാവിക മരണത്തിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്യും. തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ പീഡനം നടന്നിട്ടുള്ളതായിട്ട് ആ മരണ ദിവസവും പീഡനം നടന്നിട്ടുള്ളതായിട്ട് നമുക്ക് സാക്ഷിമൊഴി ലഭിച്ചിട്ടുള്ളത്. തുടർന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ കണ്ട് ചോദിച്ചാലും ഇമ്മീഡിയറ്റ് ആയിട്ട് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് മുറിവുകളേറ്റിട്ടുള്ളതായിട്ടും പിന്നെ അതുപോലെ തന്നെ അതിനും ഒരാഴ്ചയ്ക്ക് മുമ്പുള്ള മുറിവുകളും ഒക്കെ നമുക്ക് ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതൊരു ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച ഒരു കേസായിട്ട് ബോധ്യപ്പെട്ടുള്ളതുകൊണ്ട് ആ മരിച്ച സ്ത്രീയുടെ ഭർത്താവിനെ ഇന്ന് അറസ്റ്റ് ചെയ്തതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ബന്ധുക്കളുടെ മൊഴിയും ഉൾപ്പെടെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് രാജു മുരുകനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സിറ്റി വിഷൻ, പൂപ്പാറ. ഇടുക്കി ജില്ലയിൽ 1964 ചട്ടപ്രകാരമുള്ള പട്ടയം നൽകുന്നതിലെ വിലക്ക് നീക്കി കേരള ഹൈക്കോടതി ഉത്തരവിറക്കി. എന്നാൽ ചട്ടത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും കർശനമായി പാലിച്ചുകൊണ്ട് മാത്രമേ അപേക്ഷകളിൽ നടപടി സ്വീകരിക്കാവൂ എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് മറ്റൊരു വാദം ഉയരുന്നത്. 1964 ഭൂപതിവ് ചട്ടപ്രകാരം നൽകിയ പട്ടയങ്ങൾക്ക് വിലക്ക് നീക്കിയെങ്കിലും ചട്ടത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും കർശനമായി പാലിച്ചുകൊണ്ട് മാത്രമേ അപേക്ഷകളിൽ നടപടി സ്വീകരിക്കാവൂ എന്ന് കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 1964 ഭൂപതിവ് ചട്ടപ്രകാരമുള്ള പട്ടയ നടപടികൾ തടഞ്ഞുകൊണ്ട് 2024 ജനുവരി 10 ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേസ് ഉടൻ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സമർപ്പിച്ച ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ഹർജി പരിഗണിച്ച കോടതി തിങ്കളാഴ്ചയാണ് അന്തിമ ഉത്തരവ് പുറപ്പെടുവിച്ചത്. 53 പേജുകളുള്ള ഉത്തരവിന്റെ പകർപ്പ് ഇന്നലെയാണ് പുറത്തിറങ്ങിയത്. 1971 ഓഗസ്റ്റിന് മുമ്പ് മുതൽ കൈവശമുള്ളവർക്ക് രേഖകളുടെ പരിശോധന പൂർത്തിയാക്കി പട്ടയം നൽകുന്നതിനാണ് കോടതി അനുമതി നൽകിയിട്ടുള്ളത്. എന്നാൽ 1971 മുമ്പ് കൈവശം തെളിയിക്കുന്ന രേഖകളെക്കുറിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നതായാണ് വിലയിരുത്തൽ. മുമ്പ് റവന്യൂ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 1964 ചട്ടപ്രകാരം പട്ടയം അനുവദിച്ചിരുന്നത്. എന്നാൽ ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് പ്രകാരം 55 വർഷം മുമ്പുള്ള കൈവശത്തിന്റെ രേഖകളുടെ നിജസ്ഥിതി വിശദമായി പരിശോധിച്ച ശേഷമേ പട്ടയ അപേക്ഷകളിൽ നടപടി സ്വീകരിക്കുവാൻ കഴിയൂ. കൈവശ ഭൂമി കൈമാറ്റം ചെയ്ത കേസുകളിൽ പട്ടയം അനുവദിക്കുന്നത് പ്രതിസന്ധിയാകുമെന്നതാണ് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇത്തരത്തിലുള്ള നിരവധി നിയന്ത്രണങ്ങൾ കോടതി ചുമത്തിയതിനാൽ വിലക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിലും ജില്ലയിലെ പട്ടയ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് കർഷക സംഘടനകളുടെ ആരോപണം. അപ്പോൾ ഈ പട്ടയങ്ങൾ നൽകുന്നതിന് വേണ്ട മാനദണ്ഡങ്ങളോടൊപ്പം തന്നെ എന്ത് അടിസ്ഥാനത്തിൽ എന്ത് അന്വേഷണത്തിൻ്റെ പേരിൽ ആണ് പട്ടയം നൽകുന്നതെന്നുള്ളത് സർക്കാർ വ്യക്തമാക്കേണ്ടതാണ്. ഈ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് മാത്രമേ 1964 ഭൂമിതി ചട്ടപ്രകാരം വീണ്ടും പട്ടയം നൽകാവുന്നും 1900 ഭൂമിതി ചട്ടത്തിലെ ഈ പറയുന്ന വില്ലേജുകളുടെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി എടുത്തു മാറ്റിക്കൊണ്ട് മാത്രമാണ് പട്ടയം നൽകാവുള്ളൂമെന്നാണ് കർഷക കോൺഗ്രസിന്റെ ആവശ്യം. ഇന്നലെ നടന്ന പട്ടയമേളയിലും 2000-ലധികം പട്ടയങ്ങളാണ് ജില്ലയിൽ വിതരണം ചെയ്തിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ മറ്റു പട്ടയ നടപടികളും സർക്കാർ വേഗത്തിലാക്കിയിട്ടുണ്ട്. 1993 ചട്ടപ്രകാരമുള്ള പട്ടയങ്ങൾ നൽകുന്നതിന് അപേക്ഷകളും വിവിധ വില്ലേജ് ഓഫീസുകളിൽ സ്വീകരിച്ചു തുടങ്ങി. സിറ്റി വിഷൻ, രാജാക്കാട്. ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഇടത് സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ സാക്ഷാത്കരിക്കുക കൂടിയാണെന്നും അതിന്റെ ഭാഗമാണ് 1964 റൂൾസ് പ്രകാരം പട്ടയം നൽകുന്നതിന് തടസ്സമില്ലെന്ന് കോടതി പറഞ്ഞതെന്നും കർഷകരുടെ പട്ടയ സ്വപ്നങ്ങൾ പൂർണ്ണമായും സാക്ഷാത്കരിക്കുമെന്നും 1993 റൂൾ പ്രകാരമുള്ള പട്ടയങ്ങളും കേന്ദ്ര അനുമതി ലഭിച്ച പ്രദേശത്ത് നൽകുന്നതിന് നടപടിയായിട്ടുണ്ടെന്നും പട്ടയ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയെന്നും സർക്കാരിനും റവന്യൂ വകുപ്പിനും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണെന്നും CPI സംസ്ഥാന കൗൺസിൽ അംഗം CU ജോയി പറഞ്ഞു. വൺ എർത്ത് വൺ ലൈഫ് എന്ന സംഘടന നൽകിയ ഹർജിയെ തുടർന്നാണ് 64 റൂൾ പ്രകാരമുള്ള പട്ടയ നടപടികൾ ഹൈക്കോടതി തടഞ്ഞത്. ഇതോടെ വിതരണത്തിനായി തയ്യാറാക്കി വെച്ചിരുന്ന പട്ടയങ്ങൾ പോലും വിതരണം നടത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ കോടതിയെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് വൺ എർത്ത് വൺ ലൈഫിന്റെ ഹർജി തള്ളി പട്ടയം വിതരണത്തിന് തടസ്സമില്ലെന്ന കോടതി ഉത്തരവുണ്ടായതെന്നും CU ജോയി പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ മലയോര കൃഷിക്കാരന് 1964 റൂൾ അനുസരിച്ച് പട്ടയം കൊടുക്കുന്നതിന് തടസ്സമില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു. അതിന് കാരണബോധനായത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി സഖാവ് K രാജനും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുമാണ് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് മലയോര കൃഷിക്കാരൻ വലിയ സന്തോഷത്തിലാണ്, സ്വപ്ന സാക്ഷാത്കാരത്തിലാണ്. 10,000-കണക്കിന് മനുഷ്യർക്ക് ഇനി മുതൽ പട്ടയം കൊടുക്കാൻ കഴിയും. ഇപ്പോൾ 50,000-ലേറെ പട്ടയം ഇതുവരെ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ ഇടുക്കി ജില്ലയിലെ മലയോര കൃഷിക്കാരന് ബഹുമാനപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞു. ഇനിയും 1000-കണക്കിന് പട്ടയങ്ങൾ കൊടുക്കാനുണ്ട്. ആ പട്ടയം കൊടുക്കാൻ കഴിയാതെ വന്നത് കോടതിയുടെ ഈ തടസ്സവാദമായിരുന്നു. CHR മേഖലയിലെ പട്ടയ പ്രശ്നത്തിനും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്.
കേന്ദ്രാനുമതി ലഭിച്ച 5000 ഹെക്ടർ സ്ഥലത്ത് 1993 റൂൾ പ്രകാരം പട്ടയം നൽകുന്നതിനും നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനായി പട്ടയ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയെന്നും CU ജോയി. 1993 പട്ടയം കൊടുക്കുന്ന നടപടിയും നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെൻറ് ഇന്നലെ മുതൽ ഈ ഇടുക്കി ജില്ലയിലെ മലയോര കൃഷിക്കാരന് രാജകുമാരിയും നെടുങ്കണ്ടവും മുരിക്കാശ്ശേരിയും അടക്കമുള്ള എല്ലാ LA ആഫീസുകളിലും 1993 പട്ടയത്തിന് അപേക്ഷ സ്വീകരിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണുള്ളത്. കേരളത്തിൽ 1993 പട്ടയത്തിന് അപേക്ഷ വയ്ക്കുമ്പോൾ 5000 ഹെക്ടർ ഭൂമി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയുള്ള 5000 ഹെക്ടർ ഭൂമിക്ക് ഇടുക്കി ജില്ലയിൽ പട്ടയം കൊടുക്കാൻ മുൻപേ അനുമതിയുണ്ട്. ആ മുൻപേ അനുമതിയുള്ള ഭൂമിക്ക് പട്ടയം കൊടുക്കാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. 1993 റൂൾ അനുസരിച്ച് കൊടുക്കുമ്പോൾ അതിൽ കൊമേഴ്ഷ്യൽ പർപ്പസ് അനുസരിച്ച് 1993 3 റൂൾ അനുസരിച്ച് അവിടെ കൊമേഴ്ഷ്യൽ പർപ്പസുള്ള കെട്ടിട സമുച്ചയങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. അതെന്നാൽ ഇന്നലെ മുതൽ പട്ടയത്തിന് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. ഇടുക്കിയിലെ പട്ടയ നടപടികൾക്ക് എക്കാലവും തടസ്സം നിന്നത് കോൺഗ്രസും കപട പരിസ്ഥിതിവാദികളാണെന്നും എന്നാൽ ഇച്ഛാശക്തിയുള്ള സർക്കാരിന്റെ ഇടപെടലിൽ നിയമക്കുരുക്കുകൾ അഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാരിനും റവന്യൂ വകുപ്പ് മന്ത്രിക്കും നന്ദി അറിയിക്കുന്നുവെന്നും CU ജോയി പറഞ്ഞു. സിറ്റി വിഷൻ, രാജാക്കാട്. അമിക്കസ് ക്യൂറി റിപ്പോർട്ടിന് പിന്നാലെ നടപടി. ഇടുക്കി സൂര്യനെല്ലിയിലെ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന റിസോർട്ട് റവന്യൂ ഉദ്യോഗസ്ഥർ പൂട്ടി സീൽ ചെയ്തു. ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം അനുവദിക്കുന്നില്ലെന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിന്റെ പിന്നാലെയാണ് നടപടി. സ്റ്റാർലൈൻ റിസോർട്ടാണ് പൂട്ടിയത്. മുമ്പ് 3 തവണ റവന്യൂ വകുപ്പിന്റെ നടപടി CPIM നേതാക്കൾ തടഞ്ഞിരുന്നു. മൂന്നാർ DYSP നേരിട്ട് ഉദ്യോഗസ്ഥർക്ക് സുരക്ഷയൊരുക്കിയാണ് നടപടികൾ പൂർത്തീകരിച്ചത്. അമിക്കസ് ക്യൂറി റിപ്പോർട്ടിന് പിന്നാലെ ഇടുക്കി സൂര്യനെല്ലിയിൽ അനധികൃതമായി പ്രവർത്തിച്ച റിസോർട്ട് റവന്യൂ ഉദ്യോഗസ്ഥർ പൂട്ടി സീൽ ചെയ്തു. സ്റ്റാർലൈൻ റിസോർട്ടാണ് അടച്ചുപൂട്ടിയത്. ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിന് പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് കർശന നടപടി. മുമ്പ് 3 തവണ റവന്യൂ വകുപ്പിന്റെ നടപടി CPIM നേതാക്കൾ തടഞ്ഞിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മൂന്നാർ DYSP R ചന്ദ്രകുമാർ നേരിട്ട് ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കിയ ശേഷമാണ് നടപടികൾ പൂർത്തിയാക്കിയത്. മൂന്നാറിൽ റവന്യൂ വകുപ്പിന്റെ NOC ഇല്ലാതെ നിർമ്മിച്ച കെട്ടിടങ്ങൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന് കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് ലംഘിച്ച് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖലയിൽ മൂന്നാർ സ്റ്റാർലൈൻ റിസോർട്ട് പ്രവർത്തിച്ചുവെന്ന പരാതിയുമായി സൂര്യനെല്ലി സ്വദേശി മൈക്കിൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹർജി പരിഗണിച്ച കോടതി കെട്ടിടം വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന് ഉറപ്പാക്കാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു. അനധികൃത കെട്ടിടങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതും തുറന്നു പ്രവർത്തിക്കരുതെന്ന കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോഴും രാത്രി സമയങ്ങളിൽ പ്രവർത്തനം നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചതെന്ന് ഉടുമ്പൻചോല LR തഹസിൽദാർ സിദ്ദിഖ് വ്യക്തമാക്കി. നേരത്തെ അനധികൃത ബിൽഡിങ്ങിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഹൈക്കോടതി തന്നെ ഉത്തരവുണ്ടായിരുന്നു. അത് തുറന്ന് പ്രവർത്തിപ്പിക്കുക ചെയ്യരുതെന്ന് പറഞ്ഞതാണ്. നമ്മൾ സ്റ്റോപ്പമ്മ കൊടുത്തിട്ടും അതിന് രാത്രി കാലങ്ങളിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ അന്വേഷണത്തിൽ കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് സീൽ ചെയ്തത്. അത് ഹൈക്കോടതി കൊടുക്കണം, റിപ്പോർട്ട് കൊടുക്കണം, അതിനുവേണ്ടി ചെയ്തതാണ്. കെട്ടിടം അനധികൃതമാണ് നേരത്തെ ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. അതിൽ പിന്നെ നിർമ്മാണം നടത്തിവെന്നു. അതിനുശേഷം അതിൽ പ്രവർത്തനം പാടില്ല എന്ന് പറഞ്ഞവരെ പറഞ്ഞിരുന്നു. അത് പിന്നെ പ്രവർത്തിക്കുന്നതായിട്ട് അന്വേഷണത്തിൽ അറിഞ്ഞ് അതിൻ്റെ ബേസിലാണ് സീൽ ചെയ്തത്. NOCയും പട്ടയവുമുള്ള കെട്ടിടമാണെന്നും കോടതി ഇടപെടലിന് ശേഷം വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ലെന്നും റിസോർട്ട് ഉടമ മനോജും പറയുന്നു. തഹസിൽദാർ പല പ്രാവശ്യം വന്ന് എന്നെ ഉപദ്രവിക്കുക. ഈ കോടതിയിലനുസരിച്ചുള്ളത് 6 മാസമായി ഞാൻ അടച്ചിട്ടിട്ട്. കഴിഞ്ഞ മാസം പുള്ളി തഹസിൽദാർ വന്നിട്ട് ഈ എല്ലാ റൂമിലും കയറി നോക്കി. ഗസ്റ്റ് ഇല്ല. പുള്ളി പറയുന്നത് ഇവിടെ നിന്ന് ലോക്കലിൽ നിന്ന് കള്ളപ്പരാതി കൊടുത്ത് വേറെ ആരില്ല. ഈ കൊളുക്കുമല സെൽവാസിന്റെ മോന് മൈക്കൽ രാജന് കുറച്ച് തെണ്ടി കിടപ്പുണ്ട്. അവനാണ് ഈ നാളെ ഉപദ്രവിക്കുന്നത്. കാരണം ഈ അവിടെ അത് ചെയ്യുക ഇത് ചെയ്യുക കള്ളപ്പരാതി കൊടുക്കുക. ഇവിടെ ഗസ്റ്റ് കൊണ്ടുണ്ട്. എന്റെ മക്കളോട് നിൽക്കാൻ പറ്റത്തില്ല. ഇത് എന്റെ വണ്ടി നിൽപ്പുണ്ട്, എന്റെ ബൈക്കിൽ നിൽപ്പുണ്ട്, എന്റെ കൂട്ടുകാർ വന്നിട്ട് നിൽക്കാൻ സമ്മതിക്കത്തില്ല. സ്വന്തക്കാർ നോക്കൊണ്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞാണ് അവൻ ഇവിടെ വീഡിയോ എടുക്കുക, കള്ളപ്പരാതി കൊടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ 6 മാസമായി ഈ റിസോർട്ട് അടച്ചിട്ട്. ഇത് നോക്കി ഹോം സ്റ്റേയിലാണ് അടച്ചിട്ടിരിക്കുന്നത്. തഹസിൽദാർ അന്ന് ഒരു പരാതി കൊടുത്തു, കള്ളപ്പരാതി. എങ്ങനെ ഞാൻ NOC കൂടെ എടുക്കാതെ ബിൽഡിംഗ് പണിതത്. NOC കൊണ്ട് പട്ടയമുള്ള ഭൂമിയാണ്. കർണാടകയിലെ ബുൾഡോസർ രാജ് വിഷയത്തിൽ പ്രതികരിച്ച പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കേരളത്തിൽ ഇത്തരമൊരു സംഭവം നടക്കുന്നത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും എഴുത്തുകാരൻ സച്ചിദാനന്ദന്റെ പരാമർശം ശരിവെക്കുന്ന സാഹചര്യമാണിതെന്നും CPIM ശാന്തൻപാറ ഏരിയ കമ്മിറ്റി അംഗവും പ്രാദേശിക നേതാവുമായ VX ആൽബിൻ പറഞ്ഞു. ഞാൻ പാർട്ടി പ്രവർത്തനമൊക്കെയാ. ഒരു കാര്യം മനസ്സിലാക്കുക, കർണാടക ഗവൺമെന്റ് അത് ചെറിയ ഏർപ്പാട് നടത്തിയപ്പോൾ ഫുൾഡ്രസ് രാജാണെന്നും ആ ഫുൾഡ്രസ് രാജിന് എതിരായിട്ട് ശബ്ദിച്ച ആളാണ് പിണറായി വിജയൻ, കേരളത്തിലെ മുഖ്യമന്ത്രി. കേട്ടോ, ഞങ്ങളുടെ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ജനങ്ങളെ സംരക്ഷിക്കുന്ന പകരം ഈ കേരളത്തിലും പിണറായി വിജയൻ്റെ ഭരണകാലത്ത് ഈ രീതിയിലുള്ള കർഷകനെയും കർഷക തൊഴിലാളി സാധാരണക്കാരെ കുടിയിറക്കുന്ന ഫുൾഡ്രസ് രാജാണ് നടക്കുന്നത്. ഇതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇത് ബാധിക്കും കേരളത്തിലെ ഇടതുപക്ഷം വേണ്ട ഗവൺമെന്റിനെ. കേട്ടോ, സച്ചിദാനന്ദൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഹൈക്കോടതി ഉത്തരവുകൾ കർശനമായി നടപ്പിലാക്കുന്നുവെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചു.
കൂടുതൽ പരിശോധനകളും തുടർ നടപടികളും ഉണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. മൂന്നാറിൽ വീണ്ടും തെരുവ് നായ ആക്രമണം. മൂന്നാർ രാജീവ് ഗാന്ധി നഗറിൽ 10 വയസ്സുള്ള കുട്ടിക്ക് നായയുടെ കടിയേറ്റു. പ്രദേശത്ത് കഴിഞ്ഞ 1 മാസത്തിനിടെ 3 പേരെയാണ് നായ ആക്രമിച്ചത്. തെരുവ് നായ്ക്കൾക്കൊപ്പം വളർത്തു നായ്ക്കളും പ്രദേശത്ത് ഭീതി പടർത്തുന്നുവെന്ന പരാതി ഉയരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി മൂന്നാറിൽ തെരുവുനായ ശല്യം നിലനിൽക്കുന്നതാണ്. തെരുവുനായ ശല്യം നിയന്ത്രിക്കണമെന്ന ആവശ്യം നിലനിൽക്കെയാണ് ഒരാൾക്ക് കൂടി മൂന്നാറിൽ വീണ്ടും തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. മൂന്നാർ രാജീവ് ഗാന്ധി നഗറിൽ 10 വയസ്സുള്ള കുട്ടിക്ക് നായയുടെ കടിയേറ്റു. പ്രദേശത്ത് കഴിഞ്ഞ 1 മാസത്തിനിടെ 3 പേരെയാണ് നായ ആക്രമിച്ചത്. തെരുവ് നായ്ക്കൾക്കൊപ്പം വളർത്തു നായ്ക്കളും പ്രദേശത്ത് ഭീതി പടർത്തുന്നുവെന്ന பராதி உயருന്നു. கொஞ்ச நாளாவே பாத்தீங்கன்னா இந்த பகுதியில் தெருநாய்க்களுடைய சல்லியம் அதிகமா இருக்குது. அதே மணிக்கு வளர்ப்பு நாயையும் அந்த நாய் வளர்க்குறவங்க கட்டி போட மாட்டேங்கிறாங்க. கடந்த மாசத்திலே பாத்தீங்கன்னா மூணுக்கும் மேற்பட்டவங்க இந்த மணிக்கு നായ്കളാൽ താക്കപ്പെട്ടിരിക്കാങ്ക. രാജീവ് ഗാന്ധി നഗറിൽ മാത്രമല്ല, മൂന്നാർ ടൗണിന്റെ പലയിടങ്ങളിലും അലഞ്ഞു തിരിയുന്ന തെരുവുനായ്ക്കൾ ഭീതി പടർത്തുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാറിൽ വിനോദസഞ്ചാരികൾക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. രാപ്പകൽ വ്യത്യാസമില്ലാതെ നായ്ക്കൾ ടൗണിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സ്ഥിതിയുമുണ്ട്. രാത്രികാലങ്ങളിൽ നായകൾ കൂടുതൽ ആക്രമണകാരികളാകുന്നു. കാൽനട യാത്രികരും ഇരുചക്ര വാഹന യാത്രികരുമൊക്കെയാണ് തെരുവുനായ ശല്യത്തിന്റെ പ്രതിസന്ധി കൂടുതലായി അനുഭവിക്കുന്നത്. നായ്ക്കളെ ഭയന്നു മാത്രമേ രാത്രികാലങ്ങളിൽ ആളുകൾക്ക് മൂന്നാറിൽ സഞ്ചരിക്കാൻ കഴിയൂ. വിദേശ വിനോദസഞ്ചാരികളടക്കം എത്തുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ മൂന്നാറിലെ തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റ സംഭവം രാഷ്ട്രീയ നാടകമാണെന്ന മാത്യു കുഴൽനാടൻ MLA. മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയതിനു ശേഷം മാത്രം പ്രത്യക്ഷപ്പെട്ട മന്ത്രിയുടെ കഴുത്തുവേദന എവിടെ നിന്നു വന്നുവെന്നും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും ഇത്തരം നാടകങ്ങളിലൂടെ മന്ത്രി എന്ന നിലയിലുള്ള വീണ ജോർജിന്റെ വിശ്വാസ്യത ഒന്നുകൂടി തകർന്നിരിക്കുകയാണെന്നും മാത്യു കുഴൽനാടൻ തൊടുപുഴയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഭരണം അവസാനിക്കാൻ പോകുന്ന സർക്കാരിന്റെ തിരിച്ചറിവിൽ നിന്നുള്ള വെപ്രാളമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇന്നലെ ഒരു മന്ത്രിയുടെ തന്നെ ഒരു വിശ്വാസ്യത കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തിയ ഒരു സമയമാണ്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ വന്നു നിന്ന് ഒരു പ്രതിഷേധക്കാരോട് മന്ത്രിയുടെ പ്രതികരണം ഏത് നിലയ്ക്കായിരുന്നു നമ്മൾ കണ്ടതാണ്. അവര് വളരെ ആക്രോശിച്ചും അട്ടഹസിച്ചും ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും വെല്ലുവിളിച്ചും KSU കുട്ടികൾക്ക് നേരെ തട്ടിക്കയറുന്നതും അവര് ആക്രോശിക്കുന്നതെല്ലാം വീഡിയോയിൽ കണ്ടതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അന്വേഷണം മനസ്സിലാക്കിയതനുസരിച്ച് അവർക്ക് പോകേണ്ട ട്രെയിനിൽ പോകാൻ വേണ്ടി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലെത്തി അവർ C5 യാത്ര ചെയ്യുന്നത്. അതിൻ്റെ അവിടം വരെ ചെന്നതിന് ശേഷം ട്രെയിനിൽ കയറി പോകാൻ തീരുമാനിച്ചതിന് ശേഷം എവിടെന്നോ വന്ന ഇൻസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് കഴുത്തിന് വേദന, പരിക്ക്, ആക്രമണം, ആരോപണമൊക്കെ ഉയർത്തി അവർ ആശുപത്രിയിലേക്ക് വരും. എത്ര അപഹാസ്യമായ ഒരു കാഴ്ചയാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരുടെ തിരകഥ പ്രകാരമാണ് അവർ ആക്ട് ചെയ്യുന്നറിയില്ല. എന്താണെങ്കിലും ഇനിയിപ്പോൾ അവരുടെ PR ടീമിൻ്റെ തിരകഥയാണോ, സർക്കാരിൻ്റെ തിരകഥയാണോ, മുഖ്യമന്ത്രിയുടെ തിരകഥയാണോ, അല്ലെങ്കിൽ ഇനി അവിടുത്തെ കണ്ണൂരത്തെ നേതാക്കന്മാരുടെ തിരകഥയാണോ എന്നറിയില്ല. അങ്ങേയറ്റം മോശവും മ്ലേച്ഛവുമായ ഒരു അപ്രോച്ചാണ് മന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. ഒരു മന്ത്രി എന്ന നിലയിൽ പോലും ഒട്ടും ഒരു വിശ്വാസ്യതയില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം ജനങ്ങളിൽ ഒരു കണക്കിൽ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരൊക്കെ കാണിക്കുന്ന ഈ കാര്യങ്ങളിലെ ഒരു വിശ്വാസ്യതയും ഇവരൊക്കെ കാണിക്കുന്ന സത്യസന്ധതയും ഇവരുടെയൊക്കെ പ്രതികരണങ്ങളിലും പറച്ചിലുമുള്ള ആത്മാർത്ഥതയും ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരവസരമായി ഈ വീണാ നാടകം എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. പുതുയുഗ യാത്രയിൽ MM മണിക്കെതിരെ പരാമർശം നടത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശന് മറുപടിയുമായി MM മണി MLA. ഇത്രയും വൃത്തികെട്ട ഒരു പ്രതിപക്ഷ നേതാവിനെ താൻ ഇതുവരെയും കണ്ടിട്ടില്ല. VD സതീശൻ ധിക്കാരിയും അഹങ്കാരിയുമായ പൊതുപ്രവർത്തകനെന്നും ഇത്രയധികം വികസനം നടന്ന മറ്റൊരു മണ്ഡലവും ഉടുമ്പൻചോലയല്ലാതെ ഇന്ത്യയിൽ ഉണ്ടാവില്ലെന്നും MM മണി. യാതൊരുവിധ വികസനവും നടക്കാത്ത മണ്ഡലമാണ് MM മണിയുടേതെന്നായിരുന്നു VD സതീശന്റെ പ്രസ്താവന. കേരളത്തിലെ ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാരെ അറിയാം. അയാൾ എൻ്റെ സുഹൃത്തുമൊക്കെ പരിചയവും സ്നേഹവും ലോകമാണ്. പക്ഷെ ഇത്രയും വൃത്തികെട്ട ഒരു പ്രതിപക്ഷ നേതാവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. രമേശ് ചെന്നിത്തല, കരുണാകരൻ, EK നായനാര്, BS അച്യുതാനന്ദൻ, എത്രയോ പേര് നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാരായിരുന്നിട്ടുണ്ട്. ഇത്രയും ധിക്കാരി അഹങ്കാരിയായ ഒരു പ്രതിപക്ഷ നേതാവിനെ, ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നാണ് അദ്ദേഹത്തെ പറ്റിയുള്ള എൻ്റെ വിലയിരുത്തൽ. അത് അയാൾ പറഞ്ഞത് ശരിയാണോ എന്ന് നിങ്ങൾ കൊടുക്കുക. ഇത്രയധികം ജില്ലയിൽ റോഡുകൾ നിർമ്മാണം നടന്ന ഈ കഴിഞ്ഞ 10 വർഷം
ഇത്രയധികം മുന്നേറ്റം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിൽ ഒരു എളിയ പങ്ക് എനിക്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പുതിയതായി ആലുവയിൽ നിന്നും തേനിയിലേക്ക് സർവീസ് ആരംഭിച്ച KSRTC ബസ്സിന് രാജാക്കാട് NR സിറ്റിയിൽ പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും നാട്ടുകാരും സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. ആലുവയിൽ നിന്നും തേനിയിലേക്ക് പുതിയതായി സർവീസ് ആരംഭിക്കുന്ന ബസ് മലയോര മേഖലയിലെ ഉൾഗ്രാമങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. മാത്രവുമല്ല, മലയോരത്തെ ആളുകൾക്ക് തേനിയിലേക്കും എറണാകുളത്തേക്കും പോകുന്നതിന് ഏറെ സൗകര്യപ്രദമായ സർവീസുമാണ്. NR സിറ്റി വഴി കടന്നുവന്ന ബസ്സിന് ടൗണിൽ വെച്ചാണ് വിപുലമായി സ്വീകരണം നൽകിയത്. പഞ്ചായത്ത് അംഗങ്ങളായ CR രാജു, ആശാ അജി, CPIM ലോക്കൽ സെക്രട്ടറി MM വിശ്വംഭരൻ, സിറ്റി വിഷൻ മാനേജിംഗ് പാർട്ണർ CP രതീശൻ, വ്യാപാരി വ്യവസായ പ്രതിനിധി IB, SNDP NR സിറ്റി ശാഖായോഗം പ്രസിഡന്റ് KP ജെയിൻ, സെക്രട്ടറി സുനിൽകുമാർ, CDS ചെയർപേഴ്സൺ ബിജി സന്തോഷ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. സിറ്റി വിഷൻ രാജാക്കാട്. ചെറിയൊരു ഇടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ച ബഡ്ജറ്റ് സമ്മേളനത്തിൽ മുൻ വർഷത്തെ നീക്കി ബാക്കി 3,12,60,800 രൂപ ഉൾപ്പെടെ 129,87,4,800 രൂപ ആകെ വരവും 188,87,11,400 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് TS സിദ്ദിഖ അവതരിപ്പിച്ചത്. 2026-27 വർഷത്തിലെ ബഡ്ജറ്റ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചപ്പോൾ ആരോഗ്യ മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കുമാണ് ഏറ്റവും പ്രാധാന്യം നൽകിയത്. കൂടാതെ തൊഴിൽ സംരംഭങ്ങൾ, കാർഷിക കാലിവളർത്തൽ വിഭാഗം, വിനോദസഞ്ചാരം എന്നിവയ്ക്കും പ്രത്യേക പരിഗണനയുണ്ട്. കൂടാതെ ഡയാലിസിസ് സെന്റർ, കുടിവെള്ളം, റോഡ് പദ്ധതികൾ എന്നിങ്ങനെ സമഗ്ര മേഖലയ്ക്കും ബഡ്ജറ്റിൽ തുക കൊള്ളിച്ചതായി വൈസ് പ്രസിഡന്റ് TS സിദ്ദിഖ വ്യക്തമാക്കി. ജീവനക്കാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമായി 3,23,10,000 രൂപ ജീവനക്കാരുടെ ശമ്പള ഇനത്തിൽ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. ഓഫീസിന്റെ മറ്റ് ഭരണ ഓഫീസ് ചെലവുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ വകയിരുത്തിയത് 32,16,500 രൂപ. ജനകീയാസൂത്രണ പദ്ധതിയേതര ചെലവുകൾ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്നത് 124,98,34,900 രൂപയാണ്. പദ്ധതി ചെലവുകളിൽ നമ്മുടെ ജനകീയാസൂത്രണ പദ്ധതികൾ ഈ വർഷത്തെ പൂർത്തീകരിക്കുന്നതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആകെ ചെലവ് 128,87,14,400 രൂപയാണ് നമ്മൾ ഈ വർഷത്തെ മുഴുവൻ ചെലവ് ജില്ലാ പഞ്ചായത്തിന്റെ ചെലവ് ആയി നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്.
സംസ്ഥാനത്ത് ആദ്യമായി തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള സ്കൂളുകളിൽ കുടുംബശ്രീകളുടെ നേതൃത്വത്തിൽ ലഘുഭക്ഷണശാല ഒരുക്കുന്നതിനും പെൺകുട്ടികൾക്ക് അനുയോജ്യമായ ജിംനേഷ്യം യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുമായി പ്രത്യേക ഫണ്ടും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് നീക്കിവച്ചിട്ടുണ്ട്. പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ച ബഡ്ജറ്റ് സമ്മേളനത്തിൽ സെക്രട്ടറി സജീവ് PK, വിവിധ ഡിവിഷൻ അംഗങ്ങൾ, വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി അസംബ്ലി നിയോജക മണ്ഡലത്തിലെ സ്കൂൾ ലൈബ്രറികൾക്കുള്ള പുസ്തക വിതരണം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക നീക്കിവെച്ചാണ് സ്കൂളുകൾക്ക് പുസ്തകങ്ങൾ നൽകിയത്. മന്ത്രിയുടെ ഓഫീസിൽ നടന്ന ലളിതമായ ചടങ്ങിൽ സ്കൂൾ അധികൃതർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ഇടുക്കി അസംബ്ലി നിയോജക മണ്ഡലത്തിലെ 50ഓളം സ്കൂളുകൾക്കാണ് സ്കൂൾ ലൈബ്രറികൾക്ക് ആവശ്യമായ പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക നീക്കിവെച്ചാണ് ലൈബ്രറികൾക്ക് ആവശ്യമായ പുസ്തകങ്ങൾ നൽകിയത്. 50 പുസ്തകങ്ങൾ വീതം വിതരണം ചെയ്തു. പുസ്തക വിതരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. എന്നുള്ളത് അപ്രായോഗികമായതുകൊണ്ടാണ് എല്ലാവരെയും ഒന്ന് ഇവിടെ നേരിട്ട് വിളിച്ച് ഇത് കൈമാറാമെന്ന് വിചാരിച്ചത്. നമ്മുടെ നിയോജകമണ്ഡലത്തിലെ എല്ലാ ഹൈസ്കൂളുകളിലേക്കും ഈ പുസ്തകങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അന്ന് എല്ലാവരെയും പ്രത്യേകമായി ചെറുതോണിയിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ അധികൃതർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ഗ്രാമപഞ്ചായത്ത് അംഗം സിജി ചാക്കോ, പൊതുപ്രവർത്തകരായ ജോസ് കുഴികണ്ടം, ജോസ് പാലത്തിനാൽ, ഷിജോ തടത്തിൽ എന്നിവരും പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി എറണാകുളം ജില്ലകളുടെ അതിർത്തി പ്രദേശമായ നേര്യമംഗലത്ത് അഗ്നിരക്ഷാ നിലയം സാധ്യമാകുന്നതോടെ നേര്യമംഗലം വനമേഖലയിൽ അടിയന്തര സാഹചര്യങ്ങളിൽ ഏറ്റവും വേഗത്തിൽ അഗ്നിരക്ഷാ സേനയുടെ സേവനം ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ആളുകൾ. നിലവിൽ നേര്യമംഗലം വനമേഖലയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അപകടമുണ്ടായാലും കോതമംഗലത്ത് നിന്നോ അടിമാലിയിൽ നിന്നോ അഗ്നിരക്ഷാ സേന എത്തേണ്ട സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നു. ഇടുക്കി എറണാകുളം ജില്ലകളുടെ അതിർത്തി പ്രദേശമായ നേര്യമംഗലത്ത് ഫയർ സ്റ്റേഷൻ വേണമെന്നുള്ളത് കാലങ്ങളായിട്ടുള്ള ആവശ്യമായിരുന്നു. നേര്യമംഗലത്ത് അഗ്നിരക്ഷാ നിലയം സാധ്യമാകുന്നതോടെ നേര്യമംഗലം വനമേഖലയിൽ അടിയന്തര സാഹചര്യങ്ങളിൽ ഏറ്റവും വേഗത്തിൽ രക്ഷാസേനയുടെ സേവനം ലക്ഷ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. നിലവിൽ നേര്യമംഗലം വനമേഖലയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അപകടമുണ്ടായാൽ കോതമംഗലത്ത് നിന്നോ അടിമാലിയിൽ നിന്നോ അഗ്നിരക്ഷാസേന എത്തേണ്ട സാഹചര്യമായിരുന്നു. നേര്യമംഗലം വനമേഖലയിൽപ്പെട്ട 14 കിലോമീറ്റർ ദൂരത്തിൽ നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ശക്തമായ കാറ്റോ മഴയോ ഉണ്ടായാൽ മരങ്ങൾ വീണാൽ പോലും അഗ്നിരക്ഷാസേന എത്തണം. അഗ്നിരക്ഷാസേനയ്ക്ക് പ്രത്യേക അതിരുകളുമില്ല. അപകട സ്ഥലത്തേക്ക് എളുപ്പത്തിലെത്താവുന്ന രക്ഷാനിലയം ഏതാണോ അവരാണ് ആദ്യം ഓടിയെത്തുക. നിലവിലെ സാഹചര്യത്തിൽ വാളറ വരെ എളുപ്പത്തിലെത്തുവാൻ നേര്യമംഗലത്തെ അഗ്നിരക്ഷാസേനയ്ക്ക് കഴിയും. നേര്യമംഗലത്ത് നിന്ന് വാളറ വരെ 15 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ദൂരത്തിലാണ് വനമേഖല. ഇതുവഴി നേര്യമംഗലം വനമേഖലയിൽ എവിടെയെങ്കിലും അത്യാഹിതമുണ്ടായാൽ നേര്യമംഗലം സേനയ്ക്ക് എളുപ്പത്തിലെത്താൻ കഴിയുമെന്നതും ഏറെ പ്രതീക്ഷ പകരുന്നതാണ്. ഇതുവഴി ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുക ഹൈറേഞ്ച് നിവാസികൾക്കും. കുറഞ്ഞ സമയത്തിനുള്ളിൽ നേര്യമംഗലത്തെ അഗ്നിരക്ഷാസേനയ്ക്ക് നേര്യമംഗലം മേഖലയിലെ അപകട സ്ഥലത്തെത്താൻ കഴിയും. അടിമാലിയിൽ നിന്ന് നേര്യമംഗലത്തേക്ക് 30 കിലോമീറ്റർ ദൂരമുണ്ട്. അതിനാൽ പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും സമയബന്ധിതമായി അടിമാലിയിലെ സേനയ്ക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തത് വലിയ പ്രതിസന്ധിയായിരുന്നു. സിറ്റി വിഷൻ അടിമാലി. BJP മറയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൂത്ത് തല കൺവെൻഷൻ സംഘടിപ്പിച്ചു. മറയൂർ മേലാടിയിൽ നടന്ന പരിപാടി BJP സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MLAയുമായ S. രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് AA രാജ്കുമാർ അധ്യക്ഷത വഹിച്ചു. മറയൂർ മേലാടിയിൽ BJP മറയൂർ പഞ്ചായത്ത് കമ്മിറ്റി ബൂത്ത് തല കൺവെൻഷനാണ് സംഘടിപ്പിച്ചത്. ഇൻഫാം രാജഗിരി ഗ്രാമസമിതി വീർ കിസാൻ ഭൂമിപുത്ര അവാർഡ് ദാനം നടന്നു. ഇൻഫാം ഉപ്പുതറ താലൂക്ക് സഭ ജോയിന്റ് ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പെരുന്നലത്ത് ഉദ്ഘാടനം ചെയ്തു. ഇൻഫാം രാജഗിരി യൂണിറ്റിലെ 75 വയസ്സ് കഴിഞ്ഞ അംഗങ്ങളെയാണ് വീർ കിസാൻ ഭൂമിമിത്ര അവാർഡ് നൽകി ആദരിച്ചത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ നാട്ടിൽ കുടിയേറി മണ്ണിനെ പൊന്നാക്കി മാറ്റിയ ഇവർ ഈ തലമുറയ്ക്ക് നൽകിയ സമ്മാനമാണ് കൃഷിഭൂമിയെന്നും നാടിന്റെ നട്ടലായ കർഷകരെയാണ് എല്ലാ അംഗീകാരവും നൽകി ആദരിക്കേണ്ടതെന്നും ഫാദർ സെബാസ്റ്റ്യൻ പെരുന്നലത്ത് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മാറ്റാപ്പണികളും കൂട്ടപ്പണികളും ഒക്കെ ചേർന്ന് വളരെ മനോഹരമായിട്ടുള്ള പൂർണ്ണത വെച്ച് കൃഷിയെ മനോഹരമാക്കി വളർത്തിയെടുത്തത് ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. ഈ തലമുറയ്ക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള സമ്മാനം വളരെ വലുതാണ്. നിങ്ങൾ ഒരുക്കിയെടുത്ത ഭൂമിയെ വളരെ മനോഹരമാക്കി അടുത്ത തലമുറയ്ക്ക് കൈമാറിക്കൊണ്ട് മാറ്റം നിങ്ങൾ കൈവിടുമ്പോഴും ഇപ്പോഴും നിങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. രാജഗിരി ഗ്രാമസഭാ സെക്രട്ടറി റോയി ജോസഫ്, മനോജ് വർക്കി, റെജീന ചാർലി, ജിജി ജെറോമി എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ ന്യൂസ് ഉപ്പുതറ. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി
സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണഗ്രാമിന് 14,810 രൂപ, പവന് 1,18,480 രൂപ, വെള്ളി ഗ്രാമിന് 295 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി രാജകുമാരി ഖജനാപ്പാറയിൽ വീട് കയറി സ്ത്രീകൾക്ക് നേരെ ആക്രമണം. 16കാരിയടക്കം 5 സ്ത്രീകൾക്ക് പരുക്ക്. വഴിത്തർക്കമാണ് ആക്രമണത്തിനു പിന്നിൽ. ആക്രമിച്ചത് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരെന്ന പരിക്കേറ്റ സ്ത്രീകൾ. ഇടുക്കി ജില്ലയിലെ 1964 ചട്ടപ്രകാരമുള്ള പട്ടയം നൽകുന്നതിന് വിലക്ക് നീക്കി കേരള ഹൈക്കോടതി. എന്നാൽ പട്ടയത്തിലെ ചട്ടത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന വ്യവസ്ഥകൾ കർശനമായി പാലിക്കണമെന്ന നിർദ്ദേശം ഇച്ഛാശക്തിയുള്ള സർക്കാരിന്റെ വിജയമെന്ന CPI. അമിക്കസ് ക്യൂറി റിപ്പോർട്ടിന് പിന്നാലെ നടപടി. ഇടുക്കി സൂര്യനെല്ലിയിലെ അനധികൃതമായി പ്രവർത്തിച്ച റിസോർട്ട് റവന്യൂ ഉദ്യോഗസ്ഥർ പൂട്ടി സീൽ ചെയ്തു. സ്റ്റാർലൈൻ റിസോർട്ടാണ് പൂട്ടിയത്. മുമ്പ് 3 തവണ റവന്യൂ വകുപ്പിന്റെ നടപടി CPIM നേതാക്കൾ തടഞ്ഞിരുന്നു. മൂന്നാറിൽ വീണ്ടും തെരുവുനായ ആക്രമണം. മൂന്നാർ രാജീവ് ഗാന്ധി നഗറിൽ 10 വയസ്സുള്ള കുട്ടിക്ക് നായയുടെ കടിയേറ്റു. പ്രദേശത്ത് കഴിഞ്ഞ 1 മാസത്തിനിടെ 3 പേരെ നായ ആക്രമിച്ചു. തെരുവുനായ്ക്കൾക്കൊപ്പം വളർത്തുനായ്ക്കളും പ്രദേശത്ത് ഭീതി പടർത്തുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.